സോ ഹേ ഗൈസ്, എല്ലാവർക്കും നെവിൻ ഗെയിംസിന്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും കൂടെ സാധനം. സോ ഇന്ന് നമ്മൾ കളിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ഇതാണ് RTX വേൾഡ് സീരീസ്. സോ ഗൈസ്, നിങ്ങളുടെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതായത് നമുക്ക് വീഡിയോയിലേക്ക് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റ് വേൾഡ് സീരീസ് എൻഡ് ആയിട്ടുണ്ട്. ഇത് വെർഷൻ 1.90 ആണ് ഗൈസ്. 1.90 മാത്രമേ ഉള്ളൂ. അതിൻ്റെ കൂടെ നമ്പർ 0.0. അപ്പോഴത്തേക്കും ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ, അതായത് PC-യിൽ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേ ട്രേസിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. ആ സാധനം നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഉണ്ടെങ്കിൽ PC-യിലൊക്കെ പറ്റും. എൻ്റെ PC എന്ന് പറയുന്നത് ഈ ഫോൺ തന്നെയാണ്. അപ്പോഴത്തേക്കും ആ ഒരു ഇതിന് വേണ്ടിയാണ്, എന്താ പറയുക, അതിന് നിങ്ങൾ റിസോഴ്സ് പാക്ക് എടുത്ത് ഇതാണ് ഗൈസ് നമ്മുടെ ടെക്സ്ചർ എന്ന് പറയാം. ഇതെൻ്റെ മോഡ്സ് അഡ്വാൻസിൽ ഇപ്പോൾ ഉണ്ട് ഗൈസ്. അപ്പോഴത്തേക്കും നിങ്ങളിത് നോക്കിയാൽ മതി. ഞാൻ റിക്വയർവേഴ്സ് ഓൺ ചെയ്യുന്നില്ല, കാരണം എൻ്റെ കൂടെ കളിക്കാൻ ഇപ്പോൾ 1.90 എനിക്ക് ഫ്രണ്ട്സൊന്നുമില്ല. അപ്പോഴത്തേക്കും ഒരു സെർവർ കളിക്കണം ഞാൻ. ഇതിപ്പോൾ ആ ടെക്സ്ചറിൻ്റെ ആക്ടിവേറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ഇതൊക്കെയാണ്. അപ്പോഴേക്കും എനിക്ക് ഫ്രണ്ട്സിനായിട്ട് ഗൈസ് നിങ്ങൾ ഏതെങ്കിലും വീഡിയോസിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വേൾഡിൻ ഇതിൻ്റെ ഒരു സീഡൊക്കെ ഞാൻ, അതായത് ഈ എപ്പിസോഡ്സിൽ വലിയ ലൂട്ടൊക്കെ കിട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരാം. അയ്യോ ഗൈസ്, ഞാനൊരു കാര്യം മറന്നുപോയി. ഞാൻ ഇമ്മീഡിയറ്റ് റീസ്പോണും ബോണസ് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടേക്കുക. അയ്യോ, വേറൊരു കാര്യം അത് ഞാൻ മറന്നുപോയി ഗൈസ്. അത് കുഴപ്പമില്ല, ഞാൻ ആ സർവൈവലിൻ്റെ ആ സംഭവമൊക്കെ പോകുന്ന വഴി തന്നെ ആടിനെ കൊല്ലണം എന്നൊക്കെയാണ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ റേ ട്രേസിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എങ്കിലും കമൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ റേ ട്രേസിങ് RTXൻ്റെ 2.0 ആയാലും എടുത്തോളാം. ഇതിപ്പോൾ RTX 3.5 ആണ്. ഫോണിൽ കിട്ടുന്ന ആ ഒരു ബെറ്ററാണ്. നിങ്ങൾക്ക് ഒന്നും കൂടെ ബെറ്ററായിട്ട് കിട്ടണമെങ്കിൽ മൈൻക്രാഫ്റ്റിനൊക്കെ പോലെ തന്നെയുള്ളത് മതിയെങ്കിൽ ഫെയ്റ്റ്ഫുൾ RTX എന്ന് പറഞ്ഞ സാധനം കാണും. അതിൻ്റെ 32 അവൈലബിൾ ആയിരിക്കും, 64 അവൈലബിൾ ആണ് മോഡ്സ് അഡോൺസിൽ. ഓക്കെ, നമ്മുടെ വേൾഡ് ഇവിടെ. ഓക്കെ, നമ്മളൊരു ബാംബു ഫോറസ്റ്റിലാണ് സ്പോൺ അയക്കുന്നത് ഇത്തവണ. ഈ കോർഡിനേറ്റ്സിനാണോ അയണ വന്ന് സ്പോൺ ആയപ്പോഴും അയണം കിട്ടി. ഇത് ലക്കിസ്റ്റാണ് നോക്കി. അയണാണ് കോളാണ്. അയനായിരുന്നു പിന്നെ സന്തോഷം. അപ്പോൾ നമുക്ക് വുഡൊക്കെ പൊട്ടിച്ച് എടുത്ത് അച്ചീവ്മെൻറ്റ് കിട്ടി. ഇവിടെ എണ്ണോണ്ട് കേട്ടോ. ഇത് കോപ്പറാണ്. ഇത് കോപ്പറാണ് എങ്കിലായിരിക്കും. നമുക്ക് കുറച്ച് ഓക്വുഡ് പ്ലാങ്ക്സ് എടുക്കാം. 24 ഓക്വുഡ് പ്ലാങ്ക്സ് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ഒരു 4 സ്റ്റിക്കും 8 സ്റ്റിക്കും ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കി വെച്ച ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇത്ര നമ്മൾ ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ച് ഒരു ആക്സ്, ഒരു പിക്കാക്സ്, സോഡ് ഞാൻ ഉണ്ടാക്കുന്നില്ല. ചുറ്റൊക്കെ പോകുമ്പോഴത്തേക്കും നല്ല ഡാമേജ് ഒക്കെ കിട്ടും നമുക്കിപ്പോൾ. അതെന്താണെന്ന് ഞാൻ ഒരെണ്ണം നോക്കണ്ട. അത് വേണ്ട, നമുക്ക് ആദ്യം സ്റ്റോൺ മൈൻ ചെയ്യുന്നിട്ട് മതി. മിക്കവാറും കോപ്പറാവാൻ സാധ്യതയുള്ളു. കോബിൾ സ്റ്റോണാണ് ഞാൻ ഫുൾ എടുക്കുന്നത്. ഇത് വീടുണ്ടാക്കണം. വീട് അവിടെ ഉണ്ടാക്കുമെന്ന് ഓർത്തിട്ടാണ് ടെൻഷൻ. ഓക്കെ, അത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ സംഭവമാണ് വന്നു. നല്ല ലൂട്ടുള്ള സ്ഥലമൊന്നും അല്ലെങ്കിൽ ഞാൻ ഈ വേൾഡ് ഇത് 10 പറഞ്ഞു നീ 10 വാട്ട്. അതൊന്നും നമ്മുടെ വിഷയമല്ല. അവിടെ ഫോറസ്റ്റ് ആണ്. ക്രാഫ്റ്റ് വെച്ച് ഒരു സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കുക, ഒരു സ്വാഡ് ഉണ്ടാക്കുക. ഇനി ഇതുകൊണ്ട് പൊളിക്കുക. നമുക്കൊരു ആക്സും കൂടെ ഉണ്ടാക്കണം. അതിനുള്ള സ്റ്റിക്ക് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കും ക്രാഫ്റ്റിൻ്റെ വെച്ചാൽ തന്നെയാണ് സ്റ്റിക്കും ഉണ്ടാക്കുന്നത്. ഒരു സ്റ്റിക്ക് കുറച്ചുണ്ടാക്കുക, എന്നിട്ട് ഒരു ആക്സ് ക്രിയേറ്റ് ചെയ്യുക. ഇനി കൈ എടുത്തിട്ട് ഓക്കെ
ഇതെങ്ങനെ എടുക്കുന്നത്? ഓക്കെ, എൻബണ്ട് ഇതിനകത്ത് വേറെ രീതിയിലാട്ടോ ഗൈസ് കിടക്കുന്നത്. ഞാൻ പണ്ടൊക്കെ കളിച്ചോണ്ടിരുന്ന സമയത്ത്, അതായത് എൻ്റെ കഴിഞ്ഞ വേഴ്സിലൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഓക്കെ, നമുക്ക് ഐറ്റംസ് എല്ലാം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. സ്റ്റിക്ക് ഇവിടെ. യോഗുഡ് ബാങ്ക്സ് ഇനി നമുക്ക് വേണ്ട സാധനമാണ്. സ്റ്റോൺ മൈൻ ചെയ്യണം. ഇനി ഇതെന്നാന്ന് ഞാനിപ്പോൾ നോക്കണേ. കോപ്പറാണെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യും. കോപ്പർ ഡ്രോപ്പ് ചെയ്ത് കളയും ഗൈസ്. ഞാൻ കോപ്പറിൻ്റെ ഒരു ആവശ്യവും നമുക്കില്ല. ഞാനിതുകൊണ്ട് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ കിടക്കുന്നതായിരിക്കും മിക്കവാറും അയണെങ്കിൽ. ഇതയണാണ് ഗൈസ്. ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇതയണാണ്. ഒറ്റ ബ്ലോക്കേ ഉണ്ടായിരുന്നുള്ളത്. ഓക്കെ, അത് അയണാണ്. ഇത് മറ്റവൻ, ആ വെള്ളത്തിൽ വരുന്നവൻ. അയ്യോ, അപ്പുറത്തെ ഐലൻഡിലോട്ട് എങ്ങനെയെങ്കിലും ക്രോസ് ചെയ്യണം. അവന്മാർ നമ്മൾ ഈ റേഡ് റേസിങ് ഇട്ട് കളിക്കുന്നു. ബട്ട് വിചാരിച്ച അവന്മാർ നമ്മളെ ഫോളോ ചെയ്യാൻ വന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നേരെ പോയിട്ടേ ഇനി ഒരു ഷീപ്പിനെ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം വീട് പണിയാനായിട്ട്. വീട് ഞാൻ കോബിൾ സ്റ്റോൺ വെച്ച് ഞാൻ പണിതോളാം. ഇപ്പം എനിക്ക് നല്ല ലാഗാണ് ഉള്ളത്. നമുക്കൊരു ഷെൽട്ടർ എങ്ങനെയല്ലോ എന്തെങ്കിലുമൊക്കെ പണിയണം. അതിനായിട്ട് ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും കയറാനുള്ള കോള് കിട്ടി. ഇനി ടോർച്ചിൻ്റെ കാര്യം പേടിക്കണ്ട. ഇതവിടെ കോള് കിടപ്പുണ്ട്. ഇതിന് എന്തോ ഒരു നല്ല സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ എല്ലാം പൊസിഷൻ എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ഇവിടെ നിന്നാണ് ഫസ്റ്റായിട്ട് നമുക്ക് കോള് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡും കൂടെ വേണം. ഇവിടെ ഇഷ്ടംപോലെ കോള് കിടപ്പുണ്ട്. ഈ കോളെല്ലാം വലിച്ചു വരെ എടുക്കണം. കോളെല്ലാം എടുത്തോണ്ട് പോവാം. ഇത് ഡിയോറൈറ്റ് ആണോ കിടക്കുന്നത്? അത് ഗ്രാവലാണ്. അല്ല, ഡിയോറൈറ്റ്. ഓക്കെ, കോളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ടേ ഇവിടെ ഇവിടെ ഒന്നും കിടപ്പില്ല. ഷീപ്പ് അതേ അവിടെ പോകുന്ന വഴിക്ക് 2-3 അയണം കിടപ്പുണ്ട്. ഇത് കോപ്പറാണ്. രണ്ടിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ രണ്ടും ഒരേതാന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഈ സ്ഥലത്തുള്ള ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇത് ഞാൻ എടുക്കും ഗൈസ്. എനിക്ക് ഉറപ്പാണ്. ആ ബ്ലോക്ക് നമുക്ക് ഏറെ അത്യാവശ്യപ്പെട്ട ഒരു ബ്ലോക്കാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തായിരിക്കും ഞാനിനി വീട് പണിയാൻ പോകുന്നത്. കാരണം ഇവിടെ ആർക്കും അറിയാൻ പറ്റില്ല. കാരണം ഇത് ഇടവഴിയിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടെ മോബൊന്നും സ്പോൺ ആയിട്ടില്ല കേട്ടോ. ആ ഒരു കൊക്കോക്കോള ഇതും അവിടെ കിടപ്പുണ്ട്. കൊക്കോക്കോള അല്ല, കോക്കോ ബീൻ ഫാം ഉണ്ടാക്കാനായിട്ട് അവിടെ കോക്കോ കിടപ്പുണ്ട്. നമ്മുടെ ഈ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ബേസ് എന്ന് പറഞ്ഞാൽ എന്നാണെന്ന് എനിക്കറിയില്ല. നമുക്ക് ഇവിടെ, അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു സ്റ്റെയർ പോലെ ആക്കണം. അതിനായിട്ട് കുറച്ച് ഡേർട്ട് കൈപ്പിടിച്ച് പൊട്ടിച്ചെടുക്കുക. ഇവിടെ നിന്നൊക്കെ കുറച്ച് ഡേർട്ട് എടുക്കുക. ആ സ്റ്റോണിൻ്റെ നേരെ വേണം ആ വീട് പണിയാനായിട്ട്. ആ ഒരു വീട് പണിയുമ്പോഴത്തേക്കേ, പക്ഷെ വീട് പണിയൊക്കെ ചെയ്യാമെങ്കിലും കണ്ടില്ല, എല്ലാത്തിനും ടെക്സ്ചർ കാണാൻ എൻ്റെ ഒരു ലുക്കാണ്. ഓക്കെ, നമുക്ക് ഇപ്പം ഇങ്ങനെ ഇറങ്ങാം. ഇവിടെ നമ്മൾക്കൊരു ബേസ് ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. കാരണം ഞാൻ ഇത്രയും കൂടെ ഇടയിലാണ്. അതിൻ്റെ മാത്രമല്ല, നമുക്ക് ഈ ഒരു വേൾഡ് കയറ്റാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ സീഡും എടുത്തേക്കാം. ഓക്കെ, നമുക്ക് അതായത് ഇവിടെ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ഡോറ് ഇങ്ങനെ വേണം ഗൈസ് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ബ്ലോക്കും കൂടെ കൈപ്പൊടിച്ചെടുത്ത് നമുക്ക് നേരെ സ്റ്റോൺ കൊണ്ട് നൈറ്റ് ആയാൽ പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു 5 ബ്ലോക്ക് അവിടെ നിന്ന് ഉള്ളിലോട്ട് മാറ്റിച്ചിട്ട് എടുക്കണം. ഓക്കെ, 5 ബ്ലോക്ക് ഉള്ളിലൊക്കെയായിട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്ക് അങ്ങോട്ടും മാറ്റിയെടുക്കണം. ഇതിൻ്റെ സ്റ്റോറേജ് ഏരിയയൊക്കെ ഞാൻ ഇവിടെയൊക്കെ തന്നെയായിരിക്കും പണിയുന്നത്. നേരത്തെ നിങ്ങൾ വിഷമിക്കണ്ട. ഇനി ഇവിടെ നിന്ന് 5 ബ്ലോക്ക് എടുത്തേക്കാം ഗൈസ്. 3, 4, 5. നല്ല ദൂരം കേട്ടോ ഗൈസ്.
ടോർച്ച് വേണം നമുക്ക്, നല്ലപോലെ ടോർച്ച് വേണം ഇവിടെയൊക്കെ. എങ്കിലേ ഈ ഒരു എൻട്രൻസ് എന്തൊക്കെയാണ് മനസ്സിലാകത്തില്ല. ഉള്ള കോബിൾ സ്റ്റോൺ അല്ലേ ഇപ്പം ഞാൻ വാരി വലിച്ചെടുക്കുന്നുണ്ട്, അതൊക്കെ വേണം. ഭക്ഷണ സംഭവങ്ങളൊക്കെയാണ്. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ദൂരം. ഓക്കെ, ഇവിടെ ഒരു കേവാണ്. ഇവിടെ ഞാൻ കോബിൾ സ്റ്റോൺ തന്നെ വെച്ചേക്കാം. ഈ ഒരു കേവിൽ നമുക്ക് മൈൻ ചെയ്യാൻ ഇറങ്ങണം. അത് ഈ സമയമായിട്ടില്ല നമുക്ക് അങ്ങോട്ട് മൈൻ ചെയ്യാൻ ഇറങ്ങാനായിട്ട്. ഫുള്ള് ഞാൻ മൂടുന്നുണ്ട്. ഞാൻ ആ സമയം കിട്ടുമ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങിക്കോളാം. നൈറ്റൊക്കെ ആവാറാവുന്നുണ്ട്. അപ്പം ഇങ്ങനെ വേണം നമുക്ക് കയറി. സ്റ്റിക്ക് ഇഷ്ടം പോലെ ഇവിടെ കിടന്ന് കിട്ടും കേട്ടോ ഗൈസ്. സാപ്ലിങ് നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. സാപ്ലിങ്ങൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ ഗൈസ്, നൈറ്റ് ആയി. അയ്യോ പണി കിട്ടി. ഗൈസ് നൈറ്റ് ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വെട്ട് എന്നൊക്കെ പറയണമെന്നുണ്ട്. കുറച്ച് ഒരു ക്യാമ്പ് ഫയറും കൂടെ ഉണ്ടാക്കിയേക്കാം. ഓക്കെ, ഇനി നമുക്ക് പണി തുടങ്ങാം. മുകളിലൊക്കെ ലാഗാണ്. സ്ലാബൊക്കെ ഇടണം. പിന്നെ ഞാൻ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കും ഗൈസ്. അത് വേറെ കാര്യം. സ്റ്റോൺ ജനറേറ്റർ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാനൊക്കെ കാര്യമായിട്ടൊന്നും പറ്റില്ല. ഇവിടെ എല്ലായിടത്തും ഓൾറെഡി കിടക്കുന്നത് ഈ ഒരു കോബിൾ സ്റ്റോൺ മാത്രമേ നമുക്ക് ഇടാൻ പറ്റൂ. പക്ഷേ ഈ ഒരു ഭാഗത്ത് കോബിൾ സ്റ്റോൺ കിടന്നുണ്ട്, ഇത് ഞാൻ മാറ്റത്തില്ല. അല്ല, കാരണം അവിടെ കേവ് ഉണ്ട്, അതുകൊണ്ടാണ്. ആ കേവിൽ ഞാൻ ഇറങ്ങുന്നുണ്ട് മൈൻ ചെയ്യാൻ. ഒന്നാമത് ഇതുപോലെയുള്ള കേവ് കിട്ടുമെന്ന് പറഞ്ഞാൽ സ്പോൺ ആവുമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ള സാധ്യതയൊക്കെ വളരെ വളരെ കുറവാണ്. പിന്നെ ഞാൻ ഈ ഭാഗത്ത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയം രാത്രിയല്ലേ കഴിച്ചു. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്യാൻ ധരിച്ചിരുന്ന പണി ഞാൻ ഇപ്പോൾ ചെയ്തിട്ട് വരാം. വലുതായിട്ട് ആൾക്കാരൊന്നും സ്പൂണായിട്ടില്ല. ഇതിനെന്താ വേണം? ഇത്ര മതി ലിവർ ഉണ്ടാക്കാൻ. ബ്ലേസ് പൗഡർ, കോള്, മിണ്ടാതിരിക്കുകയവേ. കേവിന് ഇഷ്ടമില്ലാത്ത കാര്യം, ഒന്നാമത്തെ കാര്യം ഇതാ, ഈ ഒരു ഒച്ച കേൾക്കുന്നതാണ്. അയ്യോ, ഇപ്പോൾ പൊളിച്ച് സോംബിയും ഉണ്ട്. ഇവിടെ വല്ല ഷീപ്പിന് സ്പോൺ ആയിക്കൂടെ. പക്ഷെ ആ ഒരു ഹെൽപ്ഫുൾ എന്താണെന്ന് വെച്ചാൽ, കാരണം അവിടെ ഒരു മാഗ്മ ബ്ലോക്ക് എടുക്കാൻ പറ്റും നമുക്ക്. ഒരു മാഗ്മ ബ്ലോക്ക് എടുക്കുന്ന വെച്ചാൽ അവിടെ ആകുമ്പോഴത്തേക്കും നമുക്ക് വെള്ളത്തിൻ്റെ ഇടയിൽ ഒത്തിരിയും കൂടെ സുഖമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതാക്കാനൊക്കെ വെക്കാനൊക്കെ പറ്റും. അപ്പോഴത്തേക്കും ഞാൻ എത്ര പെട്ടെന്നാണോ എന്തോ ഒരു ഫർണേസ് ഉണ്ടാക്കി, ഒരു അയണും കണ്ടുപിടിച്ചു. ഒരേ ഒരു അയൺ. ആ കേവിൽ മൈൻ ചെയ്യാൻ ഇറങ്ങണമെന്ന് ഞാൻ ആലോചിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ പിക്കാക്സ് കൊട്ടിയിട്ടുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ വുഡൻ പിക്കാക്സ് കൊണ്ട് ഇപ്പം മൈൻ ചെയ്യാം. ഈ പിക്കാക്സ് എനിക്ക് വലിയ യൂസൊന്നുമില്ല. ഇതെനിക്കിപ്പോൾ വുഡില്ലാത്ത സമയത്ത് ഞാൻ ഇതുകൊണ്ട് കത്തിക്കും. കാരണം വുഡൻ്റെ ഐറ്റം ആയതുകൊണ്ട്. സ്ലാബൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ ഗൈസ്. ഗൈസ്, ഇപ്പം നിങ്ങളെ ഞാൻ മടുപ്പിക്കുന്നില്ല. കാരണം ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹൗസ് ഈ ഒരു RTX വേൾഡ്, ഈ RTX വേൾഡിലെങ്കിലും ഞാൻ അയൺ കണ്ടുപിടിക്കാണ്ട് പോയില്ല ഗൈസ്. അയണല്ല, അയണൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഡയമണ്ട് കണ്ടുപിടിക്കാണ്ട് ഞാൻ പോയില്ല, അത് വേറെ കാര്യമാണ്. ഓക്കെ, ആ കേബിൾ മൈൻ ചെയ്യാൻ ഇറങ്ങണം ഗൈസ്. അതും ഒരു പിക്കാക്സും ഒരു ഇതുമായിട്ട് മാത്രം. അയൺ പിക്കാക്സ് ഉണ്ടാക്കണമെങ്കിൽ 3 എണ്ണം വേണം, 3 ഇത് വേണം. അപ്പോഴത്തേക്കേ ഞാനൊരു എൻ്റെ ടോർച്ചല്ല, ടോർച്ച് ഞാൻ ഉണ്ടാക്കിയുള്ളൂ. ഈ ഒരു ടോർച്ച് എന്നാൽ പൊട്ടിച്ച് കളഞ്ഞിട്ട് ഈ ഒരു ടോർച്ച് നമുക്കേ
അതായത് നമുക്ക് സാധാരണ ഇങ്ങനെ കയ്യിൽ പിടിക്കാൻ പറ്റുന്നതൊക്കെയാണ് പി സിയിലുള്ളവരൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഇവിടെ വെക്കാം. ഇവിടെ ഒരു ടോർച്ച് ഇരിക്കട്ടെ. ഇനി ഈ ഒരു ഭാഗത്തൊരു ടോർച്ച്. ഇവിടെ നിന്ന് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് രണ്ട് ഡോറായിരിക്കണം. പക്ഷേ 2 ഡോർ വെക്കണതിന് മുന്നേ 2 ഡേർട്ട് വേണം. 2 ഡേർട്ട് എൻ്റെ കയ്യിലില്ലേ? ഇതെന്നാ ജംഗിൾ വുഡാ? ഇതെന്നാ വുഡാ? ഓക്കെ നമുക്ക് അതും കൂടെ വുഡ് ബ്ലാങ്ക്സ് ആക്കി എടുക്കട്ടെ. എൻ്റെ ആയിരുന്നു ഡേർട്ടിൻ്റെ സ്റ്റാക്കിന് ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ ഡോർ പണിയാൻ പറ്റും. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം നമുക്ക് ചെയ്ത് കാണിക്കാം ഗൈസ്. നമുക്ക് ആ വീഡിയോ ഒന്ന് മാറ്റണം. വീഡിയോ നമുക്ക് പോക്കറ്റ് മാറ്റി മറ്റേ ക്ലാസിക് ആകണം. നിങ്ങൾ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വേഴ്സിനൊക്കെ കിടക്കണ്ട, അല്ലാണ്ട് ഇവിടെ ക്ലാസിക് ഇടണം. ഓക്കെ, ഇപ്പോൾ ഹെൽത്ത് ബാർ താഴെ വന്നോളൂ. ഇനി നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് ഗെയിമിൽ അവിടെ കിടപ്പുണ്ട്. ഇതാണ് ഗൈസ് ഇതിൻ്റെ സീഡ്. ചെറിയ സീഡാ. വാട്ട്? ഒരു ഷോ കോർഡിനേറ്റ്സ് ഓണാക്കി. ഇനി ഇമ്മീഡിയറ്റ് റീസ്പോണും ഓണാക്കണം. ഓക്കെ, ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പം ഞാനേ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു പിക്കാക്സ് ഉണ്ടാക്കണം. അതിനായിട്ട് ഇവിടെ ഒരു ഹോള്, ഇവിടെ ഒരു ഹോള്, അല്ലെ ഇവിടെ വേണ്ട. നമ്മുടെ ബെഡിനോട് ചേർന്നിട്ട് ഈ 2 ബ്ലോക്കിൽ വേണം വെക്കാനായിട്ട്. അല്ല, ഈ 3 ബ്ലോക്ക് ഇരിക്കുന്നത് നമുക്ക് 2 ഫർണേഴ്സ് ഉണ്ടാകാം. ഇവിടെ പെട്ടെന്ന് ഐറ്റംസ് ഒരു ഫർണേഴ്സും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ഫർണേഴ്സ് ഇരിപ്പുണ്ട്. ഇവിടെ ഒരു ക്രാഫ്റ്റ് ടേബിൾ, ഇവിടെ ഒരു ഫർണേഴ്സ്, ഇനി ഒരു ഫർണേഴ്സും കൂടെ ഉണ്ടാക്കാം. എനിക്ക് പറയണമെന്ന് ഇവിടെ കൊണ്ട് ഒറ്റ ഫർണേഴ്സും കൂടെ ഉണ്ടാക്കാം. ഓക്കെ, ഓരോ ഫർണേഴ്സ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫർണേഴ്സും കൂടെ ഇവിടെ വെച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ക്രാഫ്റ്റ് ടേബിൾ ക്ലിക്ക് ചെയ്ത് എന്താണ് ഒരു പിക്കാക്സ് ക്രാഫ്റ്റ് ചെയ്യണം. അത് ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജംഗിൾ ഡോർ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഡബിൾ ചെസ്റ്റ് ഒരെണ്ണം ഉണ്ടാക്കട്ടെ. ഡബിൾ ചെസ്റ്റ് എവിടെ വെക്കണം എന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള സ്ഥലം കാണിച്ചു തരാം. ചെസ്റ്റ് ഇതാ നമ്മുടെ ബെഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരണം. അതായത് ഇവിടെയാണ് എൻ്റെ ഡബിൾ ചെസ്റ്റ്. ഓക്കെ, അങ്ങനെ ഈ ഒരു കാര്യം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻവെൻട്രിക്കകത്ത് ഈ ഒരു ഡേർട്ടും ഈ ഒരു കോബൽ സ്റ്റോണും ഈ ഒരു ഡിയോറൈറ്റും ഒരു കോളും ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഈ ഒരു ടോർച്ചും ഇതൊക്കെ പിടിച്ച് വെച്ചേക്കാം. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഈ പിക്കാക്സ് കൊണ്ട് കത്തിച്ചോളെ. പിക്കാക്സ് ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഒരു അയണും കൂടെ അങ്ങ് സ്മെൽറ്റ് ചെയ്ത് വെക്കാം. ആ പിക്കാക്സിന് എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. ഇപ്പോൾ രാവിലെ ആവേണ്ട സമയമായിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്, രാവിലെ ആവേണ്ടാണല്ലോ. നൈസ്. ഇവിടെ ഇന്ന് സമയം കളയുന്നതിലും വേഗം. ഓക്കെ, ഇത് ക്രാഫ്റ്റ് ഇവിടെ ഒരു ഇങ്കോടായും കിട്ടിയിട്ടുണ്ട്. ഇയാളെടുത്ത് ജസ്റ്റിൽ വെക്കാം. ഈ ഒരു ടോർച്ച് മാത്രം കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങാം. പിന്നെ ഈ ഒരു ഡിയോറൈറ്റും ഗൈസ് ഞാൻ കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. സ്റ്റിക്ക് ഉണ്ടാക്കിയാൽ മാത്രമേ കുറച്ചെങ്കിലും ടോർച്ച് ഉണ്ടാക്കി പിടിക്കാൻ പറ്റൂ. സ്റ്റിക്കിനായിട്ട് ഇപ്പോൾ എത്ര സ്റ്റിക്ക് വേണം? 10 സ്റ്റിക്ക്, 20 ടോർച്ച്, 25 ടോർച്ച്,
പിന്നെ 40 സ്റ്റിക്ക് ഉണ്ടാക്കാം. 13 സ്റ്റിക്ക് തിരിഞ്ഞു വന്ന് ഇങ്ങെടുത്ത് ഒരു വെപ്പ്. ഡിയറൈറ്റിൻ്റെ ആവശ്യമില്ല, വുഡ് ബ്ലാങ്ക്സിൻ്റെ ആവശ്യമില്ല. സോംബി ഇപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട് കേട്ടോ. ബ്രൂവിങ് സ്റ്റാൻഡിന് ബ്ലേസറോട് വന്നു മതി. ഇവിടെ നീ ഒച്ച കേൾക്കട്ടെ നോക്കണ്ട. യെസ്, മോബിളും കാണല്ലേ. ഇവിടെ ലഷ് കേവ് സ്പോൺ ആവാ. ഇവിടെ തന്നെ 2-3 അയണും കിടപ്പുണ്ട്. ബട്ടില്ല, ഒരു ജലത്ത് പോയി. നമുക്ക് ഇവനെ കൂടെ കൊല്ലാം. ഇവനെ കൊല്ലാനായിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ഇത് യെല്ലോ ഡൈ ആക്കാൻ പറ്റുള്ളൂ. അവനെ പോട്ടെ. പ്രോട്ടോൺ ഫ്ലാഷ് കഴിക്കാം ഇപ്പോൾ തൽക്കാലത്തേക്ക്. വെള്ളത്തിൻ്റെ അടിയിൽ എന്നൊക്കെ ഉണ്ട്. സ്റ്റാർജിയിലായിട്ടുണ്ട് ഗൈസ്. ഞാൻ എനിക്ക് കുറച്ച് അയണ് ഇപ്പോൾ കട്ടെടുക്കാം നൈസായിട്ട്. ഇത് അയണല്ല, പോവല്ലേ എന്നുള്ള ഒരു ഫുഡ് താടേ. ഇതെങ്കിലും കഴിക്കണേ. ഞാൻ ഇനി ഒരു ഡോറ് ഇപ്പോഴേ പണിത് വെക്കാൻ പോവാണ് ഗൈസ്. സമയം ഇങ്ങനെ വേസ്റ്റാക്കി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. മണ്ടയിരിക്കുന്ന ബോക്സ് എല്ലാം എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കളയണം. ഓക്കെ, ഈ ഒരു ക്രാഫ്റ്റിൻ്റെ വുഡ് എടുക്കടാ. ഒന്നുമില്ല, 2 ഡോറ് മതി. ഒരു ഫുഡ് എടുത്ത് ക്രീപ്പറിനൊക്കെ നമ്മളെ പുറത്തുനിന്ന് കാണാമല്ലോ. അതേപോലെ തൽക്കാലം ഡോറൊക്കെ എടുക്കാം. പോട്ടെ, ഊളും പോട്ടെ, ഡേട്ടും പോട്ടെ, കേവിലോട്ട് പോട്ടെ. ഇനി നമുക്ക് നമ്മുടെ മിഷനിലോട്ട് കടക്കാം ഗൈസ്. ഇവിടുത്തെ പോലെ മുമ്പ് വന്നുകൊണ്ടാണ് ഞാൻ പോയി നോക്കട്ടെ. ക്രീപ്പർ കാണും ഗൈസ്. ക്രീപ്പർ കാണുവാണെങ്കിലേ പറ്റുന്ന പോലെ ഞാൻ പോവാം. ഓക്കെ, അവിടെ ഉച്ച ആവുന്നുണ്ട്. ഉച്ചയായി ഇത്ര ഇവിടെ നോക്കാം. എങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ ആരെങ്കിലും മൈനിങ് ഏരിയ ആയിരിക്കും. ലാഗ് കൊണ്ട് ചെറിയൊരു ആയിട്ട് ഉണ്ടായി വരുന്നുണ്ട്.
വൈകാണ്ട് ഞാൻ ഒരു ബക്കറ്റ് ഉണ്ടാക്കും. ഓക്കെ, ഞാൻ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്. മുകളിൽ എഴുതി. ഈ വാട്ടർ മെലനല്ല ഞാനിപ്പോൾ എടുക്കണം പോയി. അവളെ കൂടെ സോംബിയൊക്കെ കുഴപ്പമുണ്ട് കേട്ടോ. ഈ ആർമറിൻ്റെ സോംബി. അവനൊന്നും ഡ്രോപ്പ് ചെയ്തില്ല. ഏതെങ്കിലുംമാരൊക്കെ എന്നെ കണ്ടു കാണുമായിരിക്കും. പക്ഷെ ഞാൻ പേടിച്ച് ഓടുന്നുള്ളൊരു ലക്ഷണമില്ല. അപ്പോൾ ഒരുത്തൻ എന്നെ ആട്ടും കുറച്ച് വെച്ചേക്ക് ഇരിക്കുക. അതിനുള്ള ഞാൻ അവർക്ക് കൊടുത്തോളാം. പന്നിയുടെ ഒക്കെ മോന്ത് കണ്ടോണം. പന്നി ചിരിച്ചിരിക്കും കൂട്ടാ. ചിരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ വല്ല ആട് ഉണ്ടായിരുന്നെങ്കിൽ സ്പൈഡറുണ്ട്. ഇവർ കുറച്ചേ. അയ്യോ സോംബി. നമ്മുടെ വീട് എവിടെ? $62 കിട്ടി. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എനിക്കിത് ഫുഡ് അടിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ ഈ മേലെ കുക്ക് ചെയ്യാൻ പറ്റുമല്ല. എങ്ങനെയാലും പിന്നെ ഞാനിപ്പോൾ എപ്പോൾ ഫുഡ് എടുത്ത് ചോദിച്ചാൽ മതി. അപ്പുറത്തെ ഫുഡിലുണ്ട്. നിൽക്കുക. അതിന് മുമ്പായിട്ട് ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ട് കത്തിയല്ലേ. അത് ശരി. അപ്പോൾ സ്മെൽറ്റ് ആവിയല്ലേ. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ആ അടിയിലത്തെ ആ ഒരു കേളി പോകണം. അതിനായിട്ട് ഞാനിപ്പം ഇതെടുത്ത് മെലൺ എടുത്തിട്ട് ഇവിടെ വെക്കാം. ആ ഒരു ആടിനെ കിട്ടിയിരുന്നെങ്കിൽ ലക്കുണ്ടായിരുന്നു. ഞാൻ ആ ഒരു ആടിനെ കണ്ടുപിടിച്ചിട്ട് വരാം. ഇവിടെ എവിടെയെങ്കിലും ഒരു ആടുണ്ടായിരുന്നെങ്കിലേ ഒരു ബെഡ് ഉണ്ടാക്കാമായിരുന്നു. നിറച്ച് മോബല്ലേ പിന്നെ പറഞ്ഞു. അതും സോംബി മോളൊക്കെ പിടിച്ചു. ഇയാളിവിടെ എവിടെയെങ്കിലും അതേ സാധനം വേറെ ഉണ്ട്. അവിടെ ഒരു ഒറ്റ ആട് മാത്രമേ വന്നുള്ളൂ. ഒരു ഗ്രേ വൂളുള്ള ഒരു ആട്. ഈ വഴിയിലൊക്കെ ജംഗിളാണ്. ജംഗിളിലോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഓക്കെ പതുക്കെ വേണം ഇനി. അല്ല ഷീറുണ്ടാക്കുവാണെങ്കിൽ നമുക്കിതെല്ലാം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാമല്ലോ. പക്ഷെ ഇതാരണ്ടൊരു മണിങ്ങേരെ ഒപ്പ് ചോദിച്ച പോലെയാണ്. ഈ വെള്ളത്തിൻ്റെ അടി മൈൻ ചെയ്ത് പോയിട്ടും കാര്യമില്ല. നമുക്കൊരു ബോട്ട് ഉണ്ടാക്കണം അതിനു വേണ്ടി. ഒരു കാര്യം ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ നിന്നുള്ള ഫുഡെല്ലാം എടുക്കട്ടെ. നിങ്ങൾക്ക് ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. RPX വേൾഡിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. സെക്കൻഡ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ കുത്തിയിരുന്ന് കാണിച്ച് ചെയ്യാം. ബെഡ് കണ്ടുപിടിച്ചിരിക്കും ഗൈസ്. ഈ ഒരു വഴി മാത്രമേ എൻട്രൻസ് ഉള്ളൂ. അതിൻ്റെ പരിപാടിയാണ്. ഈ ഒരു വഴിയും ബ്ലോക്ക് ചെയ്ത്
ഈ പരിപാടി തുറന്നു പോകണം. ഇങ്ങനെ കയറി പോകണം. അതിന് മുന്നായിട്ടേ ഒരു കുറച്ച് നേരമായി. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ അടിയിലത്തെ കേബിൾ മൈൻഡ് ചെയ്തിട്ട് അവിടെയുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഗൈസ്. അവിടെ ഫുഡ് റെഡിയായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ കോബിൾ സ്റ്റോണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഫർണേസിലെ ഒരു ഫുഡും എടുത്ത് ഇനി കുറച്ച് 16 ബ്ലാങ്ക്സും ക്രാഫ്റ്റ് ചെയ്ത് അതും എന്താ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് വെച്ചിട്ട് ഞാൻ നേരെ അടിയിലോട്ട് മൈൻ ചെയ്യാൻ ഇറങ്ങാൻ പോവാം. ക്രീപ്പറേ ഇതെന്തൊരു കഷ്ടാണിത്. ഇത് കേവാണെന്ന് വിചാരിച്ചപ്പോൾ ഇത് കേവ് അല്ല, ഒരു ചുക്കുമല്ല. എന്തൊരു കഷ്ടമാണ്. നൈസായിട്ട് ഇപ്പം നമ്മൾ വന്നില്ല. ഇത് ചുമ്മയാണ് കൈസ്. ഞങ്ങളുടെ ടോർച്ചൊക്കെ ഞാൻ എടുത്ത് ഗെറ്റപ്പിൽ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ അപ്പോഴത്തേക്ക് നമുക്കിനി ഒരു ബെഡ് എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ച് ഒപ്പിക്കണം. ഓക്കെ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാമെന്ന് ഇവിടുന്ന് റീച്ച് ആവിയല്ല. ഈ ഒരു ഡേർട്ടും എടുത്ത് ഇവിടെ അങ്ങ് എന്നെ അങ്ങനെ സൂക്ഷിച്ച് കാണണ്ട. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ഇത്ര കണ്ടില്ലേ. ഇനി നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. ഇതിൻ്റെ പാർട്ട് 2 എങ്ങനെയെങ്കിലും ഞാൻ ബെഡ് കണ്ടുപിടിക്കുന്നതായിരിക്കും. ബൈ.